ലജ്ജിക്കുക, ഇത് പിണറായിയുടെ പുതുവഴി. തല താഴ്ത്തുക, ഇതാണ് നമ്പർ 1 നവകേരളം മാതൃക. നവകേരളം പുതുവഴിയിൽ എന്ന് അഹങ്കരിച്ച് കോടികൾ മുടക്കി സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ദളിത് നിന്ദ തുടരുകയാണ്. പിണറായിയുടെ നവകേരളത്തിൽ ദളിത് യുവതിയോട് കൊടിയ ക്രൂരത കാണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആട്ടിപ്പായിച്ചു. ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂർ കൊടിയ പീഡനം അനുഭവിച്ചു. ശുചിമുറിയിൽ നിന്നും വെള്ളം കുടിക്കാൻ പറഞ്ഞു. വിവസ്ത്രയാക്കി പരിശോധന തുടങ്ങിയ ക്രൂരമായ പീഡനമാണ് ദളിത് യുവതിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂർ കൊടിയ മാനസിക പീഡനത്തിനിരയായ ശേഷം നടപടി ആവശ്യപ്പെട്ട് പരാതിയുമായി ചെന്ന ദളിത് യുവതിയെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും ആട്ടിയോടിച്ചു. പരാതി വായിച്ചു നോക്കാൻ പോലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തയ്യാറായില്ല. ഇല്ലാത്ത മോഷണക്കുറ്റത്തിന് സ്റ്റേഷനിൽ തയ്യാറാക്കിയ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉപദേശം കോടതിയിൽ പോയി പറയും. നവകേരളം പുതുവഴിയിലെന്ന് അഹങ്കരിച്ച് ആട്ടവും പാട്ടുമായി കോടികൾ മുടക്കി പിണറായി സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തലസ്ഥാനത്തെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അവഹേളനവും അപമാനവുമേറ്റ് വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന നെടുമങ്ങാട് പനയമുട്ടം പാമ്പാടി തോട്ടരികത്ത് ബിന്ദു R എന്ന ദളിത് യുവതിക്ക് ഇക്കഴിഞ്ഞ ഏപ്രിൽ 23-ന് വീട്ടുജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വൈകിട്ട് കവടിയാറിൽ ബസ് കാത്തുനിൽക്കുമ്പോൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചു. അമ്പലമുക്കിൽ നേരത്തെ ബിന്ദു ജോലി ചെയ്ത വീട്ടിലെ 16 ഗ്രാം സ്വർണമാല കാണാനില്ലെന്ന് പരാതി ലഭിച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ വരണം. സ്റ്റേഷനിലെത്തിയ ബിന്ദുവിന് ക്രൂരമായ മാനസിക ശാരീരിക പീഡനമാണ് നേരിടേണ്ടി വന്നത്. കാണാതെ പോയ സ്വർണം ബിന്ദു മോഷ്ടിച്ചു എന്നായിരുന്നു പരാതി. കുറ്റം ചാർത്താനുള്ള എല്ലാ ശ്രമവും പോലീസ് നടത്തി. കസ്റ്റഡിയിലായ വിവരം വീട്ടിലറിയിക്കാൻ പോലും സമ്മതിച്ചില്ല. 20 മണിക്കൂർ ചോദ്യം ചെയ്യൽ. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിലെ വെള്ളം കുടിക്കാൻ പറഞ്ഞു. വിവസ്ത്രയാക്കി പരിശോധന നടത്തി. അസഭ്യവർഷവും കുറ്റവുമായിരുന്നു പിന്നീടെല്ലാം. 20 മണിക്കൂർ കേട്ടത് അറപ്പുറവാക്കുന്ന വാക്കുകളായിരുന്നു. ഒടുവിൽ കളഞ്ഞുപോയ സ്വർണമാല തിരികെ കിട്ടിയെന്ന് പരാതിപ്പെട്ടവർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതോടെ 12-ന് ബിന്ദുവിനെ വിട്ടയച്ചു. പക്ഷേ ബിന്ദുവിനെതിരെ എടുത്ത FIR റദ്ദാക്കിയില്ല. പിന്നീടാണ് പോലീസിനെയും നാണിപ്പിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അപമാനം. പോലീസിന്റെ മാനസിക പീഡനത്തിന് നടപടിയും FIR റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനൊപ്പം മെയ് 3-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കണ്ടു. വായിച്ചു നോക്കുക പോലും ചെയ്യാതെ പരാതി മേശയ്ക്ക് മീതെ വലിച്ചെറിഞ്ഞു. വിവാദമായതോടെ മുഖം രക്ഷിക്കാൻ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ SI GS പ്രസാദിനെ സസ്പെൻഡ് ചെയ്തു. പിന്നാലെ അവഹേളിച്ചില്ലെന്ന് പി ശശിയുടെ വിശദീകരണവും വന്നു. ഇതിനെ തുടർന്ന് ബിന്ദുവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കടുത്ത മാനസിക പീഡനമാണ് നേരിടേണ്ടി വന്നതെന്ന് ബിന്ദു പറഞ്ഞു. സ്റ്റേഷനിലെത്തിയ എന്നെ പരാതി നൽകിയ വീട്ടിൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. സ്വർണം കിട്ടാതെയായതോടെ വീണ്ടും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. വീട്ടുകാരെ അറിയിക്കാൻ കൂടി അനുവദിച്ചില്ല. ഫോൺ പിടിച്ചുവാങ്ങി. മാറി മാറി ചോദ്യം ചെയ്യൽ. വനിതാ പോലീസ് വസ്ത്രം മുഴുവൻ മാറ്റി പരിശോധിച്ചു. SI പ്രസാദ് അസഭ്യവർഷം ചൊരിഞ്ഞു. കള്ളിയെന്ന് വരെ വിളിച്ചു. തുടർന്ന് പ്രസന്നൻ പോലീസിന്റെ അസഭ്യം അറപ്പുളവാക്കുന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യൽ. രാത്രിയിൽ ഉറങ്ങാൻ അനുവദിച്ചില്ല. വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ കയറി കുടിക്കാൻ പറഞ്ഞു. കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെയും സ്റ്റേഷനിൽ കൊണ്ടുവരുമെന്ന് SIയുടെ ഭീഷണി. വിവരമറിഞ്ഞ് ഭർത്താവ് സ്റ്റേഷനിലെത്തി ആഹാരം വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ വിഷം കലർത്തി കൊല്ലാൻ നോക്കുന്നോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നീട് ആ ആഹാരം നൽകാൻ സമ്മതിക്കും ചെയ്തില്ല. ഉച്ചയോടെ വിട്ടയച്ചു. സ്റ്റേഷന് പുറത്തിറങ്ങിയപ്പോൾ ഈ പ്രദേശത്തൊന്നും കണ്ടുപോകരുതെന്ന് ഭീഷണിയും പെടുത്തി ബിന്ദു പറഞ്ഞു. അതേസമയം പേരൂർക്കടയിൽ ബിന്ദു എന്ന ദളിത് യുവതിക്ക് പോലീസിൽ നിന്നും നേരിടേണ്ടി വന്ന ആക്രമണം പിണറായി വിജയൻ സർക്കാരിന് കീഴിൽ ദളിതർ നേരിടുന്ന ക്രൂരതയുടെ ഞെട്ടിക്കുന്ന ഓർമ്മപ്പെടുത്തലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇടതു ഭരണത്തിന്റെ നഷ്ടദശകത്തിൽ പട്ടികജാതി സമൂഹങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കടുത്ത അവഗണനയും അനീതിയും പാർശ്വവൽക്കരണവുമാണ് നേരിടുന്നത്.
ബിന്ദുവിനെ അപമാനിച്ച സബ് ഇൻസ്പെക്ടർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ SC/ST നിയമപ്രകാരം കേസെടുക്കണം. നീതി തേടി ബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചപ്പോൾ P. ശശിയിൽ നിന്നുള്ള പ്രതികരണം ബിന്ദുവിനെ കൂടുതൽ അപമാനിതയാക്കി.